ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ന്യൂ ഇയറിന് ഒരു സ്പെഷ്യൽ പ്ലം കേക്ക് ആയാലോ? നല്ല കളറും മണവും മോയിസ്റ്റും ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇതിനു മുമ്പും പ്ലം കേക്കിന്റെ 3-4 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണിത്. ഇതിൽ 1-2 രുചിക്കൂട്ടുകൾ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണണ്ടേ? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കാം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വീതം ടൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി, 2 ടേബിൾ സ്പൂൺ ഗോൾഡ് നിറത്തിലുള്ള മുന്തിരി, 2 ടേബിൾ സ്പൂൺ ബദാം അരിഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട്ടിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇതേ രീതിയിൽ ഉപയോഗിക്കാം. ടേസ്റ്റ് കൂട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ജാം ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. 1 മണിക്കൂർ ഇതിരിക്കട്ടെ. തലേ ദിവസം വേണമെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. കാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്കിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പഞ്ചസാര ചെറുതായിട്ട് ഉരുകുന്നത് വരെ ഇളക്കി കൊടുക്കണ്ട. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പതഞ്ഞിരിക്കുന്നത് ഒന്ന് അടങ്ങുമ്പോഴേക്കും 1/2 കപ്പ് തിളച്ച വെള്ളം 2 പ്രാവശ്യമായിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ചൊരു പുകയൊക്കെ വരും, പേടിക്കേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂട് കുറഞ്ഞ വെള്ളമാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പതുക്കെ ഒഴിക്കുക. ഇപ്പോൾ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. ഈ സിറപ്പ് നമുക്ക് എത്ര ദിവസം മുന്നേ വേണമെങ്കിലും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിന്റെ ബാക്കി വന്ന ജ്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സിൽ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് താഴോട്ട് പോവുകയില്ല. എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡായിട്ട് കിടക്കും. അതുകൊണ്ട് മൈദ കൊണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് കോട്ട് ചെയ്ത് വെക്കുക. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഫ്രൂട്ട്സ് ചേർക്കുകയാണെങ്കിൽ അതിങ്ങനെ മൈദ കോട്ട് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. ഇതിൽ കുറച്ച് സ്പൈസസ് ചേർക്കണം. 2 ഇഞ്ച് നീളത്തിലുള്ള പട്ട, 3 ഗ്രാമ്പൂ, 3 ജാതിപത്രി, 1 ജാതിക്കായുടെ പകുതി. ഇതിൽ 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 1/2 കപ്പ് മൈദയിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി ഫ്രൂട്ടിൽ മിക്സ് ചെയ്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അല്പം ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് എല്ലായിടവും മിക്സായി കിട്ടും. അരിച്ചെടുക്കണമെന്നില്ല. കേക്കിന് ആവശ്യമായിട്ട് ഇനി 1/2 കപ്പ് പഞ്ചസാര കൂടി വേണം. അതൊന്ന് പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തു. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. എണ്ണയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് 200 ഗ്രാം ഉണ്ട്. 200 ഗ്രാം ബട്ടർ യൂസ് ചെയ്യാം. ബീറ്റർ ഇല്ലെങ്കിലും നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലിനി മുട്ട ചേർക്കണം. 4 മുട്ടയാണ് ചേർക്കുന്നത്. ഓരോന്നായിട്ട് ചേർക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട ഓരോന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. എളുപ്പത്തിന് നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അടിച്ചെന്നിരിക്കും. പക്ഷേ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിൽ 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. നമ്മൾ സ്പൈസസ് ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിലും കേക്കിന്റെ ഫ്ലേവർ എന്ന് പറയുന്ന വാനില എസൻസ് ആണ്. ഇതിലിനി കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വിസ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് കേക്കിനെ പോലെയല്ല, പ്ലം കേക്ക് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. കൂടുതൽ നമ്മൾ മിക്സ് ചെയ്യുക അടിക്കുക ഒന്നും വേണ്ട. ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സോഫ്റ്റായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മുഴുവൻ മൈദയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിനി പൊടിച്ചു വച്ചിരുന്ന മസാല കൂട്ടുകൂടി ചേർക്കണം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ജാതിക്കായുടെയും ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും ഒക്കെ നല്ലൊരു മണമുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ പിന്നെ വീട് മുഴുവനും നല്ല മണമായിരിക്കും. ഇതിലിനി നല്ലതുപോലെ തണുത്ത കാരമൽ സിറപ്പ് ഒഴിക്കാം. കാരമൽ സിറപ്പിന്റെ നിറം നോക്കിക്ക്
നല്ല ബ്ലാക്ക് റെഡിഷ് കളറാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോഴറിയാം പ്ലം കേക്കിന് എന്ത് കളറാണ് വരുന്നതെന്നുള്ളത്. സാധാരണ കൊക്കോ പൗഡറും ഒക്കെ ചേർക്കാറുണ്ട്. അതൊന്നും ഇല്ലെങ്കിലും കേക്ക് നല്ല ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും. രുചി കൂട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ തേൻ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മൈദ പുരട്ടി വെച്ചിരുന്ന ഫ്രൂട്ട് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇളക്കി കൊടുക്കുക. കൂടുതലിട്ട് ബീറ്റ് ചെയ്യണ്ട. ഇതിൽ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ജ്യൂസും കൂടി ചേർക്കാം. നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. ബീറ്ററും ഓവനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് പാത്രത്തിൽ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കണം. ഇപ്പോൾ നന്നായിട്ട് കേക്ക് പതഞ്ഞ് പൊന്തി വരും. ഉടനെ തന്നെ നമുക്കിത് ഓവനിൽ വയ്ക്കണം, അല്ലെങ്കിൽ പാത്രത്തിലാണെങ്കിൽ അങ്ങനെ. ഞാൻ 10 മിനിറ്റിന് മുമ്പ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ കറക്റ്റായിട്ട് ടൈം ആയിട്ടുണ്ട്. അതുപോലെ കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിന്നും റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കാം. റിബൺ കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. ഇത് 1 കിലോ കേക്കിനുള്ള പാത്രമാണ്. 1 കിലോ കേക്ക് ഉണ്ടാകും. ഇത് 1 മിനിറ്റോളം ഒന്ന് ഇതുപോലെ തട്ടിക്കൊടുത്ത് ലെവലാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ഇനി ഇത് ഓവനിലേക്ക് വയ്ക്കാം. 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ആണ് വേകാൻ ആവശ്യമായിട്ടുള്ള ടൈം. ഓരോ ഓവൻ്റെയും വ്യത്യാസം അനുസരിച്ച് കേക്ക് വേകാനുള്ള സമയമെടുക്കും. അത് ശ്രദ്ധിച്ചുകൊള്ളുക. കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. നല്ല കളറുണ്ട്, ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്കിലൊന്നും പറ്റിയിട്ടില്ല. ഇതിനി നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഇളക്കിയെടുക്കുക. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസം മുതലാണ് കഴിക്കാൻ നല്ലത്. ചൂടോടെ കഴിക്കാൻ അത്ര ടേസ്റ്റ് കാണുകയില്ല. 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ ചേർത്ത സ്പൈസിൻ്റെയും ക്യാരമലിൻ്റെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണ് കേക്കിലുള്ളത്. ഈ കേക്ക് കണ്ടിട്ട് കട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട്. എങ്കിലും കട്ട് ചെയ്ത് കാണിക്കണമല്ലോ, ഇതിനകത്ത് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുകയാണ്. ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. നമ്മളെ ഇതിന് പാക്കറ്റിൽ പൊതിഞ്ഞ് സാധാരണ പൊതി കേക്ക് കിട്ടുന്ന അതേപോലത്തെ കേക്കാണിത്. അപ്പോൾ ന്യൂ ഇയറിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.